സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ അമ്പലത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു ദൂരമുണ്ട് അമ്പലത്തിലോട്ട്. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കുമായിരിക്കും. അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഉച്ചയൊക്കെ ആവുന്ന ആ ഒരു സമയത്തെങ്കിലും നമുക്ക് വരാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല തിരക്കാണ്. നിന്ന് തിരിയാൻ നമുക്ക് സ്ഥലമില്ല. വന്ന പാടെ തന്നെ ക്യൂവിൽ കയറി നിന്ന് എത്രയും പെട്ടെന്ന് തൊഴുതിറങ്ങണം. ഈ ഒരു സമയത്ത് ഫാസ്റ്റ് ആയിട്ട് ക്യൂ എല്ലാം പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ആളാണ് അമ്പലത്തിൽ. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ഇത് ഗുരുവായൂർ പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. തെക്കൻ ഗുരുവായൂർ എന്നാണ് ഇവിടെ ഇത് അറിയപ്പെടുന്നത്. വിഷു ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കെന്ന് വരുന്നത്. അല്ലെങ്കിൽ സാധാരണ അമ്പലങ്ങളിൽ കാണുന്ന ആ ഒരു തിരക്കൊക്കെ സാധാരണ ദിവസങ്ങളിൽ ഇവിടെ വരാറുള്ളൂ. നിങ്ങൾക്ക് വന്ന് തൊഴണമെന്നുണ്ടെങ്കിൽ ഇട ദിവസങ്ങൾ വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞായറാഴ്ച ദിവസം ഒഴിവാക്കി മറ്റു ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടിയൊക്കെ താമസമായിരിക്കും. ഇനി അതല്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അമ്പലത്തിലൊക്കെ ഒന്ന് കറങ്ങി നിന്നിട്ട് പോയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ വരുന്നതാണ് നല്ലത്. ഒരുപാട് പേര് തൊഴാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ആ കൂടെ നമ്മളും ഉണ്ട്. നമ്മളവിടെ നിന്ന് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങുന്നത്. ഒരു 1.5 മണിക്കൂർ അടുത്ത് സമയം വേണ്ടി വന്നു ഇവിടെ എത്താനായിട്ട്. പിന്നെ വരുന്ന വഴിക്ക് റോഡിന്റെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു സമയം അങ്ങനെയൊക്കെ പോയി. നമ്മളങ്ങനെ ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂറായി. അമ്പലപ്പുഴ പാൽപ്പായസം വളരെ ഫേമസ് ആണ്. ഏകദേശം ഒരു 11:30 ആ ഒരു സമയത്താണ് അതിന്റെ ടോക്കൺ എടുത്ത് തുടങ്ങുന്നത്. പിന്നെ ഒരു 1:30 ആ ഒരു സമയത്തായിരിക്കും അത് കിട്ടി തുടങ്ങുന്നത്. നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല, നമ്മൾ തൊഴുതേച്ച് പോവുകയാണ്. ഇന്നത്തെ ദിവസം അത് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നവരും ഉണ്ട്, അതല്ലാതെ ക്യൂ നിന്ന് ടോക്കൺ എടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി തികയുമോ എന്നുള്ളത് തന്നെ സംശയമായിരിക്കും. നമ്മളങ്ങനെ ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂറായി. ക്യൂ പതിയെ പതിയെ അനങ്ങി നീങ്ങുന്നുണ്ട്. ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ഏറ്റവും നല്ല കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷു ആയതുകൊണ്ടായിരിക്കും ഫോട്ടോഷൂട്ടിനും മറ്റോ വന്ന കൃഷ്ണനാണ്. എന്തായാലും പലരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ കുറെ നേരം ക്യൂവിൽ നിന്ന് 2-3 റൗണ്ട് കറങ്ങി വന്നിട്ടുണ്ട്. ക്യൂ അങ്ങനെ പതിയെ മുന്നോട്ട് പോവുകയാണ്. ക്യൂ പറയുന്നത് കേട്ടോ, രാവിലെ ഇതിലും നല്ല തിരക്കായിരുന്നു. നമുക്ക് നിർമ്മാല്യം തൊഴാനൊന്നും വിഷുവിന്റെ സമയത്ത് ഇവിടെ ആലപ്പുഴ ജില്ലയിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. വിഷു കൂടി ആയതുകൊണ്ട് അത് കണ്ട് തൊഴുതു പോകാനൊക്കെ ഒരുപാട് സമയം എടുക്കും. ഒരുപാട് നേരം ക്യൂ നിൽക്കുകയും വേണം. നമ്മളിപ്പോൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറിന് മേളിലായി. ഇതിനിടയ്ക്ക് അമ്പലത്തിലെ ചടങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് സമയത്തേക്ക് ആളുകൾ അകത്തോട്ട് കയറ്റിയില്ലായിരുന്നു. പിന്നെ ആളുകൾ അമ്പലത്തിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കിണറാണ്. ഇവിടുത്തെ ആവശ്യങ്ങൾക്കെല്ലാം ഈ കിണറ്റിലെ വെള്ളം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ 2 ശില്പങ്ങൾ കണ്ടു. അമ്പലത്തിലേക്കുള്ള പൂവും സാധനങ്ങളും അല്ലെങ്കിൽ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ്. ഏറെക്കുറെ എല്ലാവരും അവിടുന്ന് പൂ മേടിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു കൗണ്ടറിന്റെ അവിടെയാണ് പാൽപ്പായസം മേടിക്കാനുള്ള ടോക്കൺ കിട്ടുന്നത്. അത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് അത് കൊടുത്തു തുടങ്ങുന്നത്. ഏകദേശം ഒരു 1:30 ആ ഒരു ടൈമിലേക്ക് അത് കൊടുത്തു തുടങ്ങുള്ളൂ. നമ്മളിപ്പോൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂർ അടുത്തായി. ക്യൂ നല്ലപോലെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ പതിയെ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം ക്യൂ നിന്നാണ് അമ്പലത്തിനകത്തുനിന്ന് കയറി തൊഴാൻ പറ്റിയത്. അമ്പലത്തിനകത്തേക്ക് ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ അമ്പലത്തിനകത്താണെങ്കിൽ മൊത്തം ഗ്ലാസ് കൊണ്ടാണ് കവർ ചെയ്തത്. ശ്രീകോവിലിന് ചുറ്റും ഗ്ലാസ് കൊണ്ടാണ് കവർ ചെയ്തേക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഒരു ശ്രീകൃഷ്ണന്റെ കുറച്ച് ചിത്രങ്ങളും അങ്ങനെ കുറച്ച് പെയിന്റിങ് വർക്കുകളും ഒക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുമൊക്കെ ഗ്ലാസ് കൊണ്ട് മൊത്തം കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ തൊഴുതിറങ്ങി ഇനി ചന്ദനം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ അമ്പലക്കുളത്തിന്റെ നേരെ മുൻവശത്തായിട്ട് ഗണപതിയും ശിവനും ഉപദേവതകളായി ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഒന്നും അമ്പലത്തിനുള്ളിൽ കയറി തൊഴുന്നില്ല. കുറെ പേരൊക്കെ പുറത്തു നിന്ന് തന്നെയാണ് തൊഴുന്നത്. പുറത്താണേലും നല്ല ആളുകൾ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ പാൽപ്പായസം മേടിക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ നേരത്തെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ മേടിച്ച് പോകാൻ പറ്റും. പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് ആളുകളൊക്കെ വരുന്നതുകൊണ്ട് പലരും നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ അമ്പലത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഇവിടെ ഇട ദിവസം വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇത്ര ആളും കാണത്തില്ല. ഇത് പിന്നെ ഈ വിഷു ആയതുകൊണ്ടാണ് ഇന്ന് ഇത്ര ആളാണ്. പിന്നെ ഇവിടുത്തെ അമ്പലത്തിലെ പരിപാടി നടക്കുന്ന ആ ഒരു സ്റ്റേജ്, അതുപോലെ തന്നെ അമ്പലക്കുളം, പിന്നെ പിന്നെ ഇവിടെ അപ്പുറം ഒരു പൂന്തോട്ടം ഉണ്ട്. പിന്നെ ഈ അമ്പലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയെല്ലാം നല്ല രീതിയിൽ തന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളവരാണെങ്കിൽ രാവിലെ തന്നെ വരുന്നതായിരിക്കും നല്ലത്. ഞാനിതിന്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആനയുടെ ശില്പമാണ് ഇത്. ഇതിന്റെ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ അതൊന്ന് കവർ ചെയ്തേ ഉള്ളൂ. പിന്നെ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും, തകഴി ശിവശങ്കര പിള്ള ഉപയോഗിച്ചിട്ടുള്ള മിഴാവാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പൊ സമയം ഏകദേശം 12 മണി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, കഴിക്കാതെ നേരെ പോരുമായിരുന്നു. ഇനി പുറത്തുപോയി എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. നമ്മളിപ്പോൾ അമ്പലത്തിന് അടുത്ത് തന്നെയുള്ള ആര്യാസ് റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നത്. ഹോട്ടലിൽ കുറച്ചു മുന്നേ നല്ല തിരക്കായിരുന്നു. തിരക്ക് കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ വന്നത്. മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ മസാല ദോശ താമസം ഉണ്ടെന്ന് പറഞ്ഞ കാരണം നെയ്റോസിലോട്ട് മാറി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പതിയെ കഴിച്ചു തുടങ്ങാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.